ഹലോ, ആരാണ്? ഏത് ഫാസില്? നമ്മുടെ ഫാസില്. അല്ല, ഞാൻ പിന്നെ നമ്പർ ഇത് നോക്കിയില്ല, അതാ. കല്യാണോ? എപ്പോ? ഇവിടെ വന്നോ? അയ്യോ, ഇല്ലല്ല, ഞാനേ അറിഞ്ഞില്ല. ഓ, കൊടുത്തിട്ടുണ്ടല്ലേ? ഞായറാഴ്ച ആണ്, പക്ഷേ ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വെക്കാറുണ്ട്. നോക്കട്ടെ. കല്യാണമല്ലേ, അതൊക്കെ നടക്കുമല്ലോ. അപ്പം നമ്മളെ കാര്യം നമ്മൾ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പാസിലെ. നോക്കാം കേട്ടോ. ശരി ശരി, ഓക്കെ. കൃത്യമായിട്ടാണ് എന്നെ വിളിച്ചേക്കണേ. സമാധാനമല്ലോ, ഇനി പോവാലോ. ഫോൺ വിളിച്ചില്ല എന്നുള്ള പരാതി തീർന്നല്ലോ. എന്ത് സമാധാനമായിരുന്നു? ഈ ഫോണിൽ വിളിച്ചില്ലേ? അവൻ ഈ ഫോണിൽ വിളിക്കാനുള്ള സമയം എന്നെ നേരിട്ടൊന്ന് വിളിക്കാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ക്ലീറ്റോ അല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത്? ക്ലീറ്റോ അവൻ എന്റെ ഫോണിൽ വിളിക്കായിരുന്നല്ലോ. തങ്കം, അത് ഫോണിൽ വിളിക്കാം. അതാരെ? ഇപ്പൊ ഇവിടെ ഇല്ല, കുറച്ച് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നത് വെച്ചോ, തമിഴ്നാട്ടിലോ കർണാടകയിലോ ആണെങ്കിൽ എന്നെ ഫോണിൽ വിളി. ഇതിപ്പോ ഞാൻ ഇവിടെ ഇല്ലേടി. എന്നെ വന്നൊന്ന് കണ്ട് അവന് വിളിച്ചാൽ എന്താണ്? അവനെന്താണ്? അപ്പൊ അവൻ മനഃപൂർവ്വം അഹങ്കാരം. ഇനിയിപ്പോ പോട്ട്, എന്റെ ഫോൺ ഓഫായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെ? എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. എൻ്റെ സിമ്മിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കൂല. അതാണ് നമ്മൾ അത് മനസ്സിലാക്കണം. അങ്ങനെ ഇവനൊക്കെ വിളിക്കുന്നിടത്ത് ഇറങ്ങി അങ്ങ് ചെല്ലാൻ അത്രയും തരം താഴ്ന്ന ആളെന്നല്ല ക്ലീറ്റ. കല്യാണക്കുറി പ്രമുഖനും കൂടി ചെല്ലാൻ വേണ്ടി കല്യാണക്കുറി ഇവിടെ തന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയി, പറ്റിയില്ലെങ്കിൽ പോവണ്ട. അത്ര പറയണം. അത് മര്യാദ. നമ്മൾ പോണില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എല്ലാം ഇവിടെ മുടക്കല്ലേ. പിന്നെ മനുഷ്യനെ കാണാത്ത പോലെയായിരുന്നു കാണിക്കുന്നത്. ഇതിലൊന്നും അടിച്ചിട്ടുമില്ല. അയ്യോ, ഒക്കെ കണ്ട എങ്ങനെ കല്യാണത്തിന് പോകും? മൂടേ പോകും കല്യാണത്തിന് പോകാൻ. കല്യാണം വിളിക്കാൻ ഇറങ്ങിക്കും. നമുക്കൊരു വിലയും നിലയില്ലല്ലോ സമൂഹത്തിൽ. അവൻ എന്നെ ഒന്നും അറിഞ്ഞൂടാ. ആദ്യം എന്നെ അംഗീകരിക്കട്ടെ അവൻ, എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കും. ഒരു കാര്യമില്ല അപ്പോ.